ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. നമ്മൾ ആർക്ക് രക്തപരിശോധന നടത്തിയിരുന്നാലും പരിശോധിക്കുന്നതിൽ 70 മുതൽ 75% പേർക്കും വൈറ്റമിൻ ഡി അവർക്ക് വേണ്ടതിലും വളരെ കുറവാണെന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കരളിനകത്താണ് വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ അമിതവണ്ണമുള്ളവരിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിലും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കരളിന് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരിൽ പരിശോധിച്ചിരുന്നാലും വൈറ്റമിൻ ഡി കുറയുന്നത്. വെയിൽ കൊള്ളുമ്പോഴാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡി കിട്ടുന്നത്. എന്നാൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും, ആദ്യം ശരീരം കാണിക്കുന്ന 8 ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തത് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷമോ ഒന്നും ഉണ്ടാകത്തില്ല. രണ്ടാമത്തത് ഉറക്കക്കുറവാണ്. നിങ്ങൾക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരവസ്ഥ വരും. മൂന്നാമത്തത് ശരീരം വേദന, പ്രത്യേകിച്ച് എല്ലുകളിൽ വരുന്ന വേദന, ശരീരം കഴപ്പ്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം, അമിതമായിട്ട് സങ്കടം, ഒരു ഡിപ്രഷൻ്റെ ലക്ഷണം കാണിക്കും. ആറാമത്തത് മുടി പൊഴിച്ചിലാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മുടി ഇടയ്ക്കിടയ്ക്ക് പൊഴിയുന്നതാണ്. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ മസിലുകൾക്ക് വരുന്ന വീക്ക്നെസ്, മസിലുകൾക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ശക്തിയില്ലായ്മ ഫീൽ ചെയ്യും. എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പിടിപെടുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി വൈറ്റമിൻ ഡി പരിശോധിക്കണം. ഈ 8 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 ഒരാൾ കാണുകയാണെങ്കിൽ ഉടൻ പോയി രക്തപരിശോധന നടത്തണം.